നമസ്കാരം. ഞാൻ ശിവദാസന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാണ്ട് ഈ ടെൻസുകളിൽ മുമ്പുള്ള ക്ലാസ്സുകളിലെല്ലാം ആയിട്ട് ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആക്റ്റീവ് വോയിസിൽ നമ്മൾ 12 ടെൻസ് പഠിച്ചു, അതിന്റെ പാസീവ് വോയിസിലും പഠിച്ചു. ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെ, നെഗറ്റീവ് എങ്ങനെ ചെയ്യുന്നത്, എല്ലാ ടെൻസിലും അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എല്ലാം സമ്പൂർണ്ണമായി പരിപൂർണമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു ക്യാന്, വുഡ്, ഇങ്ങനെ കുറച്ച് രൂപങ്ങൾ നമ്മൾ മാറ്റി വെച്ചിരുന്നു. ക്യാൻ എന്ന് നമ്മളത് ടെൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പഠിച്ചു ഹി ക്യാൻ ഡു ഇറ്റ്, അവനത് ചെയ്യാൻ കഴിയും. അതിനെ നെഗറ്റീവ് ആക്കാൻ ഹി കനോട്ട് ഡു ഇറ്റ്, അവനത് ചെയ്യാൻ കനോട്ട് കഴിയില്ല. പിന്നെ അതിനെ ചോദ്യം ഉണ്ടാക്കാൻ ക്യാൻ ഹി ഡു ഇറ്റ്, അവനത് ചെയ്യാൻ കഴിയും. ഇതിലും നമ്മൾ കണ്ടിന്യൂസിൽ വിൽ ബി എന്ന് ഉപയോഗിച്ചു, ഫ്യൂച്ചറിൽ ഉപയോഗിച്ചു വിൽ ബി റൈറ്റിംഗ്. അതുപോലെ തന്നെ ക്യാനിനും ആ രീതിയിൽ പ്രയോഗമുണ്ട്, ക്യാൻ ബി റൈറ്റിംഗ്. ഷുഡ് ആണെങ്കിൽ ഷുഡ് ബി റൈറ്റിംഗ്. എല്ലാ ഷുഡിനും വുഡിനും അതേപോലെ കണ്ടിന്യൂസ് ഉണ്ട്. ക്യാൻ ബി, കുഡ് ബി, അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കണ്ടിന്യൂസിൽ നമ്മൾ എങ്ങനെ പഠിച്ച് വിൽ ബി ആയിരിക്കും, അതുപോലെ തന്നെ കഴിയുമായിരിക്കും എന്നുള്ള രീതിയിലാണ് അർത്ഥം വരും. ചെറിയ വ്യത്യാസം വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകും, അത്ര ഒരു ടഫായിട്ടുള്ള സംഭവമല്ല. വിൽ ബി പോലെ തന്നെ പല രീതിയിൽ ചെയ്യാൻ കഴിയുമായിരിക്കും, ആയിരിക്കാം, ഈ രീതിയിലാണ് അർത്ഥം വരിക. അത് നിങ്ങൾക്കറിയാം. മേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മേ ബി എന്ന് സംസാരത്തിൽ എല്ലാവരും ഉപയോഗിക്കാറില്ലേ ഇപ്പോൾ. അതുപോലെ തന്നെ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക, ക്യാൻ ബി ആയിരിക്കാം, കഴിയുമായിരിക്കാം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനൊരു പ്രയോഗം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അയ്യോ ടെൻസിൽ കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല, പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളൊരു ഇതിൽ വരരുത്. ക്യാനിൻ്റെ പാസ്റ്റായ കുഡ് ഉപയോഗിക്കുമ്പോൾ കുഡ് ബി എന്നുണ്ട്, കഴിഞ്ഞേക്കും ആയിരുന്നേക്കും എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഷുഡിനും അങ്ങനെ തന്നെ, ഷുഡ് ബി റൈറ്റിംഗ്, ഷുഡ് ബി റൈറ്റിംഗ്, വുഡ് ബി റൈറ്റിംഗ്, വുഡ് ബി റൈറ്റിംഗ്, വുഡ് ബി റിട്ടൺ, വിൽ ബി ടേക്കൺ എന്ന് പറയും പോലെ തന്നെ വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ്, അപ്പോൾ വുഡ് ബി റിട്ടൺ, വുഡ് ബി റൈറ്റിംഗ്. അതേ കണ്ടിന്യൂസ് ഫോം അതിലും ഉണ്ട്. ക്യാൻ ബി റൈറ്റിംഗ്, ക്യാൻ ബി റിട്ടൺ. ഈ രീതിയിലൊക്കെ കാണുമ്പോൾ അയ്യോ ഇത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് വരരുത്. അതിനർത്ഥത്തിൻ്റെ നേരെയുള്ള വ്യത്യാസം അതും പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ അതല്ല. ഇന്നത്തെ നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ക്യാൻ ബി പറയാൻ വിട്ടുപോയോ എന്ന് സംശയമുള്ളത് കൊണ്ട് അത് ഓർമ്മിപ്പിച്ചതാണ്. അങ്ങനെ പ്രയോഗവും കണ്ടിട്ട് അയ്യോ ഇത് കണ്ടിട്ടില്ലല്ലോ എന്ന് വരരുത്. കണ്ടിന്യൂസ് ഫോമാണത് ക്യാൻ ബി ഉള്ളത്. പിന്നെ മേ എന്നുള്ളതിലും അങ്ങനെ തന്നെയാണ്. ഹി മേ കം. എന്താണ് ഈ മേ കം? ഹി ഈസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈസിൻ്റെ ഒരു അർത്ഥമുണ്ട്. ഈസ് കമ്മിങ് എന്നാകുമ്പോൾ എന്താ അർത്ഥം എന്നറിയാം. ഹി വിൽ ബി കമ്മിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹി മേ കം, ഹി മേ ബി കമ്മിങ്, അതിലും കണ്ടിന്യൂസ് ഉണ്ട്. മേ ബി കമ്മിങ്, മേ ബി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കമ്മിനോട് കൂടെ ING ചേർത്ത് ഉപയോഗിക്കണം. അപ്പോൾ മേ എന്നുള്ളതിന് സംഭവ സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. മേ എന്ന സാധ്യത, വരാൻ സാധ്യതയുണ്ട് കുറച്ചൊക്കെ. അതിൻ്റെ ഒരു പാസ്റ്റ് രൂപമാണ് മൈറ്റ് എന്നുണ്ട്. ഹി മൈറ്റ് കം എന്ന് പറഞ്ഞാൽ വരാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ സന്ദർഭങ്ങളിൽ മൈറ്റ് ഉപയോഗിക്കാറുണ്ട്. മൈറ്റ് ബി അതിൻ്റെ കണ്ടിന്യൂസ് ഫോമാണ്, ആയിരിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഹി മൈറ്റ് ബി കമ്മിങ് ടുമോറോ, വരാൻ വളരെ സാധ്യത, വളരെ വിദൂര സാധ്യതയുള്ള സമയങ്ങളിലാണ് മൈറ്റ് ബി ഉപയോഗിക്കുക. കുറച്ചും കൂടി സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് മേ എന്നാണ്. ഇതൊക്കെ ഇന്റർനെറ്റിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ടെൻസിന്റെ ക്ലാസ്സിൽ എടുക്കേണ്ട ഒരു കാര്യമില്ല. മേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സാധ്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് എത്തി, അപ്പോൾ നമ്മളെ കാത്തിരുന്ന 2 പേരുണ്ട്. അവർ നമ്മൾ എത്തിയപ്പോഴേക്കും പോയി കാണും. ഈ പോയി കാണും എന്നുള്ളത് ഹി മൈറ്റ് ഹാവ് ഗോൺ, ദേ മൈറ്റ് ഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ ആ സാധ്യതയെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണത്. അപ്പോൾ ദേ മേ ഹാവ് ഗോൺ. ഈ മേ ഹാവ്, മൈറ്റ് ഹാവ് എന്നുള്ള ചെറിയ നേരിയ വ്യത്യാസം, ഒന്നിൽ കൂടുതൽ സാധ്യതയും മറ്റത് കുറഞ്ഞ സാധ്യതയുമാണ് കാണിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ സാധ്യത എന്ന് പറയുന്നത് മൈറ്റിലും സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുമ്പോൾ മേ ഉപയോഗിക്കാം. അത് യഥേഷ്ടം ഉപയോഗിക്കാം. അതിൽ വലിയ തെറ്റൊന്നും അപാകതയൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഉപയോഗിച്ച് തെറ്റിക്കഴിഞ്ഞാലും വലിയ അപാകത ആർക്കും പറയാൻ കഴിയില്ല. അതിൻ്റെ തന്നെയാണ് മൈറ്റ് ഹാവ്. മൈറ്റ് ഹാവ് നമ്മൾ വിൽ ഹാവ് ഉപയോഗിച്ചാൽ അതേപോലെ തന്നെ ക്യാൻ ഹാവ് ഉണ്ട്, കുഡ് ഹാവ് ഉണ്ട്, ഷുഡ് ഹാവ് ഉണ്ട്, മൈറ്റ് ഹാവ് ഉണ്ട്. അതിന് കൂടെ തന്നെ ഇതിനെല്ലാം ഫോം ഈ ഹെൽപ്പിംഗ് വെർബിന്റെ ഫോമേ തന്നെ എങ്ങനെ നമ്മൾ പഠിച്ച് വിൽ ബി റൈറ്റിംഗ്, വിൽ ഹാവ് റിട്ടൺ, അതുപോലെ ക്യാൻ ബി റൈറ്റിംഗ്, ക്യാൻ ഹാവ് റിട്ടൺ, ഈ രീതിയിൽ മറ്റെല്ലാ ഫോമിനും ഉണ്ട്. വുഡ് ഹാവിനും ഉണ്ട്, ഷുഡ് ഹാവിനും ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇതിൽ ടെൻസിൽ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അതിൻ്റെ ആ ഫോം എല്ലാം, കണ്ടിന്യൂസ് ഫോം എല്ലാം ഇതിലും വരും, മനസ്സിലാക്കുക. അപ്പോൾ മേ മൈറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ മേ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കാം, മസ്റ്റ് ബി പറഞ്ഞാൽ തീർച്ചയായിട്ടും ആണ് എന്നുള്ള അർത്ഥം. അത് എല്ലാവർക്കും അറിയാം. ഇത് ഇംഗ്ലീഷിനെ കുറിച്ച് ബേസിക് അറിയുന്നവർക്കല്ല ഇതെല്ലാം അറിയാം. മസ്റ്റ്, ഷുഡ് ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കണം. ഹി ഷുഡ് ബി കമ്മിങ് ടുമോറോ,
അറിയില്ലേ? ഹി മസ്റ്റ് ബി കമ്മിങ് ടുമോറോ. ഇതിന്റെ നേരിയ വ്യത്യാസമല്ല. ഹി മേ ബി കമ്മിങ് ടുമോറോ. ഇതിൽ സാധ്യതയാണ് മേ ബി കാണിക്കുന്നത്. അതാണ് പറയാൻ വന്നത്. അപ്പോൾ മേ എന്നുള്ളത് പറഞ്ഞു, മേ ബി എന്നുള്ളത്. ഇനി മേ ഹാവ്, നമ്മൾ വിൽ ഹാവ് എന്ന് പറഞ്ഞില്ലേ, അതേ അർത്ഥം തന്നെ ഇവിടെ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഹി വിൽ ഹാവ് ഗോൺ, അവൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഹി മൈറ്റ് ഹാവ് ഗോൺ എന്നാണെങ്കിൽ സാധ്യത വളരെ കുറവാണ് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇതിൽ അത്രയധികം നമ്മൾ കൺഫ്യൂസ് ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മേ എന്നുള്ളതും മേ ബി എന്നുള്ള പ്രയോഗമുണ്ട്, മേ ഹാവ് എന്നുള്ള പ്രയോഗമുണ്ട്. ഇനി അതുപോലെ തന്നെ മൈറ്റ് ബി എന്നുണ്ട്, മൈറ്റ് ബി എന്നുണ്ട്, മൈറ്റ് ഹാവ് ഗോൺ. ഈ രണ്ടും കാണിക്കുന്നത് സാധ്യതയാണ്. നമ്മൾ മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് പറയില്ലേ? ഇറ്റ് മേ റെയിൻ ടുഡേ, ഇറ്റ് മേ റെയിൻ ടുഡേ. ഇവിടെ റെയിൻ എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. അപ്പോൾ സബ്ജക്റ്റിന് പകരം റെയിൻ എന്നുള്ളതിന് മഴ പെയ്യുക എന്നർത്ഥമാണ്. ഇവിടെ സബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഇറ്റ് എന്ന് സബ്ജക്റ്റിന് പകരമായിട്ട് ചേർത്ത്. അല്ലെങ്കിൽ റെയിൻസ് ടുഡേ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ആ രണ്ടാം റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇറ്റ് മേ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ആ പോസിബിലിറ്റീനെ തന്നെയാണ് അത് കാണിക്കുന്നത്, മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ഒരു മേ മൈറ്റ് എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെല്ലാം ആക്റ്റീവ് വോയിസും പാസീവ് വോയിസുമായിട്ടും എല്ലാ ഹെൽപ്പിംഗ് വെർബിലും നമ്മൾ പ്രയോഗങ്ങൾ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യം ഉണ്ടാക്കാൻ കഴിയും. ഹെൽപ്പിംഗ് വെർബിന് മേനെ മുന്നോട്ട് കൊണ്ടുവന്നാൽ മതി. പലവരും പെർമിഷൻ ചോദിക്കാനായിട്ട് മേ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലും കൂടി കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ളതും മനോഹരമായിട്ടുള്ളതും ഷാൾ എന്ന് ഉപയോഗിക്കുന്നതാണ്. മേ ഐ കമിൻ സാർ എന്ന് ചോദിക്കുന്നത് പ്രത്യേകിച്ചും എല്ലാവരും മേ എന്നുള്ള പ്രയോഗമാണ് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള ഷാൾ ഉണ്ട്. ഷാൾ ഐ കം ഓവർ ദേ, ഷാൾ ഐ കം ടു യുവർ ഓഫീസ്, ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ മേ എന്നതിനേക്കാളും കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ളതും സുന്ദരമായിട്ടുള്ളതും ഷാളാണ്. അപ്പോൾ ഷാൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് ഫ്ലുവൻസി ആവശ്യമുള്ളവർ, സ്പോക്കൺ താല്പര്യമുള്ളവർ ഈ രീതിയിലുള്ള പ്രയോഗം കണ്ടുപിടിച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഷാൾ ഐ കം ടു യുവർ ഓഫീസ് സാർ എന്ന് ചോദിക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ളത്. മേ എന്നുള്ളത് അത്ര തന്നെ ഭംഗിയില്ല. ഭംഗിയും ഇതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഷാൾ ഐ കം ടു യുവർ ഓഫീസ്, പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ വരട്ടെ എന്നുള്ളത്. മേന്ന് മാത്രമല്ല, ഇത്തരം പെർമിഷൻ ചോദിക്കാൻ ഉപയോഗിക്കുന്നത് ഷാളും ഉപയോഗിക്കാം എന്നുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിലെ ടെൻസിലെ നമ്മൾ എല്ലാ ഹെൽപ്പിംഗ് വെർബ് വെച്ച് ഇതിന് ചോദ്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മേ മുന്നോട്ട്, മേ ഐ കം ടു യു, എല്ലാവർക്കും അറിയാതെ മേ മുന്നിലോട്ട് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഇതിന് നെഗറ്റീവ് ഉണ്ടാക്കാൻ ഇറ്റ് മേ നോട്ട് റെയിൻ ടുഡേ, ഇറ്റ് മേ നോട്ട് റെയിൻ ടുഡേ, നോട്ട് ചേർത്ത് നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കി. മറ്റുള്ള ടെൻസുകളിലും ചേർക്കുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഹെൽപ്പിംഗ് വെർബിന് മുന്നോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആയിട്ട് ഹെൽപ്പിംഗ് വെർബുകളും ടെൻസുകളും എല്ലാം നമ്മൾ ഇത്രയും സമയം കൊണ്ട് എല്ലാം പഠിച്ചു തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ പെടാത്ത കുറച്ച് കാര്യങ്ങൾ, ഇതിൽ പെടാത്ത സെന്റൻസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ ഓരോ സെന്റൻസിലും അതിനെ നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത് ബ്രേക്കപ്പ് ചെയ്തിട്ട് ഓരോ പേരുകളുണ്ട് അതിൽ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഗൗതം. ഗൗതം എന്നുള്ളത് ഒരു നൗണാണ്. എന്താണ് നൗണ്? ഗൗതം ഈസ് ഹാപ്പി, ഗൗതം വർക്ക്സ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്, ഗൗതം ഈസ് എ നൈസ് ബോയ്. 3 വട്ടം നമ്മൾ ഗൗതം ഗൗതം എന്ന് റിപ്പീറ്റ് ചെയ്തു. ഈ ഗൗതം 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 എന്ന് റിപ്പീറ്റ് ചെയ്യാതെ ഗൗതമിന് പകരമായിട്ട് വേറെന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഗൗതം റൈറ്റ്സ് എ ലെറ്റർ. ഗൗതം എന്നുള്ളത് ഒരു നൗണ്, റൈറ്റ് എന്നുള്ളത് ഒരു ക്രിയ, എഴുതുക എഴുതുന്നു എന്നുള്ളത്, എ ലെറ്റർ എന്നുള്ളത് ഒബ്ജക്റ്റ്. അപ്പോൾ ഓരോ സെന്റൻസിലും ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ ചില രൂപങ്ങൾക്ക് പറയുന്ന മൊത്തത്തിലൊരു പേരുണ്ട്. മൊത്തം ഇംഗ്ലീഷിനെ പാർട്സ് ഓഫ് സ്പീച്ച്. ഈ 8 എണ്ണമാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച് ഇംഗ്ലീഷിലുള്ളത്. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന എല്ലാതും ഈ 8 എണ്ണത്തിൽ ഉൾപ്പെടും. എല്ലാത്തിനും പേര് കൊടുത്തിട്ടുണ്ട്. കേട്ടിട്ടുണ്ടാവും നമ്മൾ നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, ഇങ്ങനെ. ഇതെന്താണെന്ന് ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് ഫ്ലുവൻസി കൂട്ടാനല്ല, ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറിലായ നമ്മൾ ഓരോ പീസായിട്ട് എടുക്കുമ്പോൾ ഓരോന്നും ഏത് ഗണത്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഗുണമുണ്ട് പഠിക്കുന്നവർക്ക്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ പരിപൂർണമാകുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനല് പതിവ് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാണ്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തത്സമയം കിട്ടും. വീഡിയോ കാണാൻ ഉള്ള അവസരമുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിക്കട്ടെ. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ജയ് ഹിന്ദ്.